ലാസ്റ്റ് ക്ലാസ്സിൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി എഡ്ടെക് സ്റ്റാർട്ടപ്പ് സക്സസ് സ്റ്റോറി ഫ്രം ഇന്ത്യ. എഡ്ടെക് സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് തുടങ്ങിയേക്കുന്ന സ്റ്റാർട്ടപ്പുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബൈജൂസ്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. ബൈജൂസിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എൻട്രി ആപ്പ്, അവരുടെ സ്റ്റോറി ആണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അവരുടെ ബേസിക് ഹിസ്റ്ററി, അവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതായിരുന്നു ഈ ഉത്തരത്തിൽ എഴുതേണ്ടത്. അടുത്തത്, ഡിസ്ക്രൈബ് എനി 3 ഓണർഷിപ്പ് സ്ട്രക്ചർ. അതായത് ഒരു കമ്പനി തുടങ്ങുവാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഓണർഷിപ്പ് പോസിബിലിറ്റി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമായിരിക്കും ആ ബിസിനസ്സിൻ്റെ ഓണർ. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more പേഴ്സൺസ്. കുറച്ചും കൂടെ വലിയ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇനി 4മതായിട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. പക്ഷെ അത് സാധാരണ ഗവൺമെൻറ് സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഗവൺമെൻറ്റിന് കൂടുതൽ ഓഹരിയുള്ള കമ്പനികളെയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്നൊക്കെ പറയുന്നത്. അടുത്തത്, എക്സ്പ്ലെയിൻ പ്രോഡക്റ്റ് വാലിഡേഷൻ. ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ വാലിഡേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഉപയോഗപ്രദമാണ്. വാലിഡേഷൻ പ്രോസസ് ഓഫ് ചെക്കിംഗ് വെദർ എ പ്രോഡക്റ്റ് മീറ്റ്സ് റിക്വയർഡ് നീഡ്സ് ഡ്യൂറിങ് ഡെവലപ്മെന്റ്. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തിനാണോ അത് നിർമ്മിച്ചത്, അതിൻ്റെ ഗുണം ഈ പ്രോഡക്റ്റിന് കിട്ടുന്നുണ്ടോ, ആ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞിട്ട് വേണം യഥാർത്ഥ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുവാൻ. അടുത്ത ചോദ്യം, ഡിഫൈൻ ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പാപ്പരാകുക എന്ന് കേട്ടിട്ടുണ്ടോ? കമ്പനി നഷ്ടത്തിലായി, പാപ്പരായി, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ ഓർ എ ബിസിനസ് അൺഎബിൾ ടു റീപേ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. അൺഎബിൾ ടു റീപേ, കടം വീട്ടുപോകാൻ മാർഗമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അസറ്റ് ഓഫ് ദി ഡെപ്റ്റർ മേ ബി ഇവാലുവേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ക്രെഡിറ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാനുള്ളവരിലേക്ക് അവരുടെ അസറ്റുകൾ, കാര്യങ്ങൾ, അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ കെട്ടിടങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ, അതൊക്കെ വിറ്റ് ആരിൽ നിന്നാണ് കടമെടുത്തത്, ഒന്നെങ്കിൽ ബാങ്കിൽ നിന്നായിരിക്കും കടമെടുത്ത് ബാങ്കിന് കൊടുക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും കമ്പനീസ് ആണ് എടുക്കുന്നെങ്കിൽ അവർക്ക് അത് എടുത്തു കൊടുക്കുന്നു. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് വേ ടു സെറ്റിൽ ഡെപ്റ്റ് വെൻ റീപേയ്മെന്റ് ബിക്കം ഇമ്പോസിബിൾ. നമുക്കായിട്ട് പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തപ്പം നമ്മൾ സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ജപ്തി ചെയ്യുമല്ലോ, അതേ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. നെയിം എനി 3 ടെക്നോളജി ബേസ്ഡ് പ്രോഡക്റ്റ് സർവീസ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ അല്ലെ സർവീസാണ്, പ്രോഡക്റ്റ് സർവീസാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ്, നമുക്ക് ആമസോൺ, ഈ കാര്യങ്ങളിലെ ഈ എല്ലാ ഡീറ്റെയിൽസ്, ഇന്നത്തെ കാലത്ത് എല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. ആ സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോറേജ് ഫെസിലിറ്റീസിനാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. അത് ആമസോൺ വെബ് സർവീസ് കൊടുക്കുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ആണ്. അതൊരു സർവീസ് സെക്ടറിൽ വരുന്നതാണ്. സ്മാർട്ട് ഫോൺ, അതൊരു പ്രോഡക്റ്റ് ആണ്. ആപ്പിൾ, സാംസങ് ഇവരെല്ലാം സ്മാർട്ട് ഫോണുകൾ ഇറക്കുന്നുണ്ട്. അത് ടെക്നോളജിയായിട്ട് കണക്റ്റഡ് ആണ് ഇത് രണ്ടും. മൂന്നാമത്തെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൊല്യൂഷൻ സർവീസിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ChatGPT, ഓപ്പൺ AI കമ്പനിയുടെ ChatGPT ഇതൊരു സൊല്യൂഷനാണ്. അലക്സ കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. 3 എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വേറെ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ എഴുതാം. ഡിസ്ക്രൈബ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺടർപ്രണേഴ്സ് ആൻഡ് മാനേജേഴ്സ്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോട്ടായിട്ട് തന്നിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഒരേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ലിസ്റ്റ് 2 ബെനിഫിറ്റ്സ് ഓഫ് ജോയിനിങ് എ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് മെന്റർഷിപ്പ്, ഗൈഡൻസ് കിട്ടും. ഷെയർഡ് റിസോഴ്സ് ആൻഡ് ലോവർ കോസ്റ്റ്, ചെറിയ വാടകയ്ക്ക് നമുക്ക് സ്പേസ് കിട്ടും നമ്മുടെ കമ്പനി റൺ ചെയ്യാൻ വേണ്ടി, സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാൻ വേണ്ടി. നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകാരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും, അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ പറ്റും. ഓക്കെ, ആക്സസ് ടു ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫണ്ട് റേസിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ക്രെഡിബിലിറ്റി ആൻഡ് ബ്രാൻഡിങ്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം പല രീതിയിൽ തുടങ്ങുന്നുണ്ട്, അതിന് ഒരു ക്രെഡിബിലിറ്റി, ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് ബാക്കിയുള്ളടത്ത് പുറത്ത് പറഞ്ഞാലും അതിന് അക്സെപ്റ്റൻസ് കിട്ടും. പിന്നെ സ്ട്രക്ചേർഡ് ഡെവലപ്മെന്റ്, ഇതൊരു പ്രോസസ്സ് ഉണ്ട്. സ്റ്റാർട്ടപ്പിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അത് കറക്റ്റായിട്ട് അവരത് നമുക്ക് കയറി പോകാനുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ദി ഇന്നോവേഷൻ ഗ്രാൻഡ്സ് ബൈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അത് പലതരത്തിലുള്ള ഗ്രാൻഡ് ഉണ്ട്. ഗ്രാൻഡ് എന്ന് പറയുന്നത് ലോൺ പോലല്ല. ഗ്രാൻഡ് തന്നാൽ അത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഐഡിയ ഗ്രാൻഡ്, നമ്മളൊരു ഐഡിയ
പ്രൊപ്പോസ് ചെയ്യണം. ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ പ്രൊപ്പോസ് ചെയ്യുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർ 2,00,000 അല്ലെങ്കിൽ 3,00,000 തരും. അതാണ് ഐഡിയ ഗ്രാന്റ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിനായിട്ട് പ്രത്യേകം ഐഡിയ ഗ്രാന്റ് ഉണ്ട്. അതുകൂടാതെ മറ്റുള്ളവർക്കും സ്റ്റുഡൻസ് അല്ലാത്തവർക്കും ഈ ഐഡിയ ഗ്രാന്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ടിൽ ചിലപ്പം വ്യത്യാസങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ മിനിമം ഒരു 2,00,000 രൂപ നമുക്കതിന് കിട്ടും. പ്രോഡക്റ്റൈസേഷൻ ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഐഡിയ ഗ്രാന്റ് കിട്ടി നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അത് അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി 5,00,000 കൂടെ അഡീഷണൽ തരും. പിന്നെ വുമൺ ഓണ്ടർപ്രനേഴ്സിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് ഗ്രാന്റുകൾ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാർക്കറ്റ് ആക്സലറേഷൻ ഗ്രാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഫണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനെ മാർക്കറ്റിങ്ങിന് വേണ്ടി കൂടുതൽ അഡീഷണൽ ഫണ്ട് തരും. അത് 10 lakhs വരെ പോകും. സ്കെയിലപ്പ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 lakhs വരെ അവർ തരും. കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫണ്ട് തരുന്നതിനാണ് സ്കെയിലപ്പ് ഗ്രാന്റ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ B2B ആൻഡ് B2C ബിസിനസ്. വളരെ സിമ്പിളാണ്. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. നമ്മൾ സാധാരണഗതിയിൽ ഹോൾസെയിൽ സപ്ലൈയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഹോൾസെയിൽ ആർക്കാ സപ്ലൈ ചെയ്യുന്നത്? അത് മറ്റ് കടകൾക്ക് വേണ്ടിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അതേസമയം B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ. അത് റീറ്റെയിലേഴ്സ് എന്ന് പറയും. ഇപ്പം സാധാരണ നമ്മൾ കടകളിൽ കയറി ഷോപ്പിംഗ് ചെയ്യുന്നു. അങ്ങനെയുള്ളത് B2C, ഡയറക്റ്റ് കസ്റ്റമറിന് അവർ കൊടുക്കുന്നു. ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നത് വളരെ വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് മറ്റ് കടകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേ കൺസെപ്റ്റാണ്. ഇനി വേറെ എക്സാമ്പിൾ രീതിയിൽ അവർ പറയുന്നുണ്ട്. ഇ കൊമേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ B2C കാറ്റഗറിയിൽ പെടാം. പക്ഷേ ചില സ്ഥലങ്ങളിലും പിന്നെ അത് B2B ആയിട്ടും ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ അത് വായിച്ചിട്ട് ആ രീതിയിൽ നിങ്ങളുടെ ആൻസേഴ്സ് നൽകുക. ലിസ്റ്റ് ഔട്ട് മഹാത്മാഗാന്ധി 7 സോഷ്യൽ സിൻസ്. ഇതിൽ 1 എന്നുള്ള നമ്പർ ഇട്ടിട്ടില്ല. വെൽത്ത് വിത്തൗട്ട് വർക്ക് ഒന്നാമത്തെയാണ്. പ്ലഷർ വിത്തൗട്ട് കൺസൈൻസ്, നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്, പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ. അതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ പ്രത്യേകിച്ചൊരു പ്രിൻസിപ്പിളൊന്നും ഇല്ലാതെ പൊളിറ്റിക്സിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ കൂടുതൽ അഴിമതിക്കാരായി മാറും. നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. ഇപ്പം നമ്മൾ ഒത്തിരി എത്ര പഠിക്കുന്നവരാന്ന് പറഞ്ഞാലും എത്ര പഠനം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ക്യാരക്ടർ മോശമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അതിനെ സിൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ. അങ്ങനെ സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി. മനുഷ്യത്വമില്ലാതെ സയൻസ് മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് അത് മനുഷ്യന് നാശത്തിന് ഉപകരിക്കുകയുള്ളൂ. അതാണ് ആ കൺസെപ്റ്റ് പറയുന്നത്. അത് 7 പഠിച്ചു വെക്കേണ്ടതാണ്. റൈറ്റ് ഡൗൺ ദി സ്റ്റെപ്സ് ടു ഗെറ്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. നമ്മൾ ഏത് ബിസിനസ് അല്ലെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലും ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പല കാറ്റഗറിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ, ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പൊല്യൂഷൻ. ഇപ്പം നമ്മൾ കൊക്കക്കോള ഇവരൊക്കെ തുടങ്ങുമ്പം അതിൽ നിന്ന് ഒത്തിരി പൊല്യൂഷൻ വരുന്നുണ്ട്. അതൊക്കെ റെഡ് കാറ്റഗറിയിലൊക്കെ പെടുന്നതാണ്. അപ്പം ഓരോ ബിസിനസ്സിനും അങ്ങനെ കാറ്റഗറി പെടുത്തിയിട്ട് അതിന് നോ ഒബ്ജക്ഷൻ ഇത് നടത്തുന്നതിന് അനുവാദം തന്നുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ ബോർഡ് നൽകണം. അതിനാണ് പറയുന്നത്. അതിന് 4 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സബ്മിറ്റ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് പ്രോജക്റ്റ് പ്ലാൻ ആദ്യമേ നമ്മൾ കൊടുക്കണം അവർക്ക്. അത് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡും റെഗുലേഷനും ഓൾറെഡി ഉള്ള നിയമത്തിന് അനുസരിച്ചാണോ എന്നുള്ളത് നോക്കുന്നു. ഇംപ്ലിമെന്റ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ആൻഡ് ടെക്നോളജീസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റെപ്പുകളെല്ലാം എടുക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന സ്റ്റെപ്പുകളെല്ലാം എടുക്കുക. എൻഗേജ് വിത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലായിരിക്കുക. അവരിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അവർ വിസിറ്റിന് വരുന്നതായിരിക്കും. സ്റ്റേറ്റ് ദി മീനിങ് ഓഫ് ദി FFS അപ്രോച്ച്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി സമയം ഒരു കാര്യം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് ഒത്തിരി കാലം കഴിഞ്ഞാണ് അറിയുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് ക്വിക്ക്ലി ടെസ്റ്റ് ദെയർ ഐഡിയാസ് ത്രൂ പെട്ടെന്ന് തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റിനോട് ഏറ്റവും അടുത്തതിനാണ് മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് എന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. എന്നിട്ട് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ആ ഫീഡ്ബാക്കിൽ നിന്ന് അവർ ഇമ്പ്രൂവ്മെന്റ്, അത് പ്രോബ്ലംസ് അല്ലെങ്കിൽ വീക്ക്നെസ് ആ പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാർട്ടപ്പ് മോഡിഫൈ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ബേസ്ഡ് ഓൺ ദി ഫീഡ്ബാക്ക്. എന്നിട്ട് വീണ്ടും ഫർദർ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നു. അതാണ് FFS അപ്രോച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദി ജോബ് ടൈറ്റിൽസ് ആൻഡ് ജോബ് റോൾസ് ഇൻ എ സ്റ്റാർട്ടപ്പ്. ഏത് സ്റ്റാർട്ടപ്പിനാണെങ്കിലും കോ-ഫൗണ്ടർ ഉണ്ടെങ്കിൽ കോ-ഫൗണ്ടർ ആണ് ഫസ്റ്റ് നമ്മൾ റോൾ അനുസരിച്ച് റെസ്പോൺസിബിലിറ്റി റോൾ അനുസരിച്ച് വരുന്നത്. അയാളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ കമ്പനി സ്ട്രക്ചറിൽ ആദ്യമേ വരുന്നത് കമ്പനി റൺ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്.
ടോപ്പ് എക്സിക്യൂട്ടീവ് ലീഡ് ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി. അത് കഴിഞ്ഞ് ടെക്നോളജി ഓഫീസറുണ്ട്, ഓപ്പറേറ്റിംഗ് ഓഫീസറുണ്ട്, മാർക്കറ്റിംഗ് ഓഫീസറുണ്ട്, ഫിനാൻഷ്യൽ ഓഫീസറുണ്ട്. ഇത്രയാണ് ജോബ് ടൈറ്റിൽസും. അതിന്റെ റോള് അവർ 1 സെന്റൻസിൽ എഴുതിയിട്ടുണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. ഡിസ്ക്രൈബ് ദി ഇന്നോവേഷൻ ഗ്രാൻഡ്സ് ഓഫേർഡ് ബൈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രാൻഡ് എന്ന് പറയുന്നത് ലോണല്ല, നമുക്ക് തരുന്ന ഫണ്ടാണ്, നമ്മൾ തിരിച്ചടക്കേണ്ടതില്ല. ഐഡിയ ഗ്രാൻഡ് 3 lakhs, പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻഡ് 7 ലക്ഷം വരെ തരും, മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടി 10 ലക്ഷം വരെ തരും. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ഗവൺമെന്റ് ഡയറക്റ്റ് സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഐഡിയ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഐഡിയ ഗ്രാൻഡ് നമുക്ക് തരുന്നതാണ്. ലിസ്റ്റ് എനി 6 പില്ലേഴ്സ് ഓഫ് ഇൻഡസ്ട്രി 4.0. ഇൻഡസ്ട്രി 4ലാണ്, ഇൻഡസ്ട്രി 5ലേക്ക് നമ്മൾ എത്തിയെന്ന് വേണേൽ പറയാം. ഇൻഡസ്ട്രി 4 എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1 എന്ന് പറയുന്നത് പണ്ട് 1800 സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുമ്പോഴാണ് ഇൻഡസ്ട്രി 1 വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2, 3, 4, ഇപ്പം 4, 5ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ 4ൽ എന്താണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഒന്ന്, ബിഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്. കാരണം ഇപ്പം നമ്മൾ ഈ ഫേസ്ബുക്ക് കാര്യങ്ങളിൽ ഇതെല്ലാം നമുക്ക് ഒത്തിരി ഡാറ്റാസ് കൈമാറും. ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അവർ സജസ്റ്റ് ചെയ്ത് തരുന്നത് ഈ ബിഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വഴിയാണ്. പിന്നെ എല്ലാം ഓട്ടോമേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ആയിരിക്കും, റോബോട്ട്സ് ആയിരിക്കും കാറിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനുഫാക്ചർ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നത്. സിമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ആദ്യമേ ചെയ്ത് നോക്കുവാണ്. ഒരു ഒറിജിനൽ ആയിട്ടൊരു പ്രോഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കും, അതിന്റെ മോഡൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. എല്ലാ ഡിവൈസും ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി, ഇതെല്ലാം അതിന് സെക്യൂരിറ്റി കൂടുതലിപ്പം, കാരണം എല്ലാ ഡാറ്റയും പാസ് ചെയ്യുന്നത് ഈ സൈബറിലൂടെയാണ്, ഇന്റർനെറ്റ് വഴിയാണ്. അപ്പോൾ അതിന് സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഞാൻ പറഞ്ഞല്ലോ, ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള സപ്പോർട്ട്. അഡിറ്റീവ് മാനുഫാക്ചറിങ്, 3D പ്രിന്റിംഗ് ഇതിൽ വരുന്നതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി, AR, VR, വിർച്വൽ റിയാലിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഈ പില്ലേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, ഈ ലെക്ചർ നമുക്ക് ഇവിടെ നിർത്താം.